നമ്മൾ ഇന്നൊരു ഷോർട്ട് പൊസിഷനാണ് ബജാജിലെടുത്തത്. ഇപ്പോൾ 360 രൂപയോളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഷോർട്ട് ചെയ്തത് ഇവിടെയാണ് 6130 നമ്മുടെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ 500 റുപ്പീസിന് മേലെ പ്രോഫിറ്റാണ്. ഇപ്പോൾ 1:1 ആയി. ഓക്കെ, 20 പോയിൻറ്റ്സ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നവരെയാണ്. സോ ടാർഗറ്റ് 63 പോയിൻറ്റ്സ് ആണ്. 1:3 മേലെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. സോ അത്യാവശ്യം മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ലെറ്റ്സ് സീ ഈ ഒരു ട്രേഡ് എങ്ങനെ പോകും നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മാക്സിമം റൺ ചെയ്യിപ്പിക്കാം. ഈ ഒരു കീ ലെവൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. 0 ലോസ് ആക്കാം. ലോസ് മാറ്റിയിട്ട് നമ്മുടെ ബ്രേക്ക് ലെവൽ വെച്ച് ട്രേഡ് ചെയ്യാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ ഈ ഒരു ട്രേഡ് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് റൺ ചെയ്യിപ്പിക്കാം. സോ ആ ഒരു ഫോളൊക്കെ വന്നു. നമ്മൾ ഉദ്ദേശിച്ച കീ ലെവലൊക്കെ ബ്രേക്കായി. അപ്പോൾ ഞാൻ നേരത്തെ വരച്ച ആ ഒരു ലൈനാണിത്. സോ ആ ഒരു ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിപ്പോയി നമ്മുടെ എൻട്രിയുടെ അടം വരെ എത്തിയതാണ്. പിന്നെ കുറച്ച് സൈഡ് വേസ് മൂവ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്തു. നമ്മുടെ ടാർഗറ്റിന് ജസ്റ്റ് അടുത്ത് വരെ എത്തിയിട്ട് തിരിച്ച് കയറിപ്പോയി. ഇപ്പോൾ വീണ്ടും ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമുക്ക് 1700 റുപ്പീസോളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 2000 പ്ലസ് വന്നതാണ്. എന്തായാലും ടാർഗറ്റ് ഹിറ്റായിട്ടില്ല. സോ ടാർഗറ്റ് ഹിറ്റായിട്ട് നമുക്ക് എക്സിറ്റ് ആവാം. സോ 1:3 മേലെ ഇനീഷ്യൽ റിസ്ക് വെച്ച് നോക്കുവാണെങ്കിൽ 1:3 മേലെ കിട്ടിയതാണ്. ഇപ്പം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രെയിൽ ചെയ്തിട്ട് എൻ്റെ എൻട്രി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് കയറിപ്പോയി സ്റ്റോപ്പ് ലോസ് ഇട്ടായാലും എനിക്ക് ലോസ് ഒന്നും വരാനില്ല. ഓക്കെ, സോ ഇതൊരു സേഫ് ട്രേഡാണ്. ഇനിയിപ്പം ലോസിൻ്റെ ഒരു സ്കോപ്പും ഇല്ല. സ്റ്റോപ്പ് ലോസ് 0 ആണ്. അപ്പം നല്ലൊരു റിസ്ക് ഒരുപാട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇനീഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് 20 പോയിൻറ്റ്സ് ആയിരുന്നു. 20 പോയിൻറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 1:3 മേലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തതെന്ന് നോക്കാം. സോ ആദ്യം തന്നെ 1 അവർ ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ റീസൺ നമ്പർ 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രീവിയസ് ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് മേക്ക് ചെയ്ത് കാണാൻ പറ്റും. 2022 മെയ് 5 ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പാണ്. ഒരു 2 മാസം മുന്നേ ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ ഒരു ഡബിൾ ടോപ്പൊക്കെ ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ലൈനാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് 1 അവർ ടൈം ഫ്രെയിം ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ താഴെയാണ്. ഓക്കെ, ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്ലോസ് ചെയ്ത്. ആ ഒരു ഏരിയയിലാണ് ഓപ്പൺ ആയത്. ക്ലോസ് ചെയ്തത് ഒരു ബെയറിഷ് ആയിട്ടാണ്. സോ അതാണ് റീസൺ നമ്പർ 1. ഫസ്റ്റ് 50 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് അത് ഓപ്പൺ ആയതും ക്ലോസ് ആയതും ഒക്കെ. ഓക്കെ, അത് റീസൺ നമ്പർ 1. റീസൺ നമ്പർ 2 എന്ന് പറയുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഞാൻ എൻട്രി എടുത്ത സമയത്തെ ആ ഒരു ക്യാൻഡിൽസ് ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആ ഒരു 50 മിനിറ്റിലെ ക്യാൻഡിൽസ്, അതായത് ഒരു 15 ആദ്യത്തെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ക്യാൻഡിൽസ് നോക്കുക. അതിൻ്റെയൊക്കെ വോളിയം നോക്കുക. കമ്പാരിറ്റീവ്ലി ഒരു നല്ല വോളിയമുള്ള ക്യാൻഡിൽസ് ആണ്. ഫസ്റ്റ് ക്യാൻഡിലൊക്കെ നല്ല വോളിയമുള്ള ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റീട്രേസ് ചെയ്ത ക്യാൻഡിലല്ല. ഇത്രയും ഭാഗത്തെ ക്യാൻഡിലിൻ്റെ വോളിയം നോക്കുക. വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു ഫ്ലാറ്റ് വോളിയമാണ്. നല്ലൊരു മൂവ്മെൻ്റ് ഒന്നും അല്ല വന്നേക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇതൊരു റീട്രേസ്മെൻ്റ് ആണ് എന്നാണ്. ഇപ്പം ഫിബനാച്ചി വെച്ചിട്ട് നമുക്ക് റീട്രേസ്മെൻറ്റ് അളക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ ഒരു വോളിയം വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഡ്രൈ വോളിയമാണ്. അപ്പോൾ അതൊരു റീട്രേസ്മെൻ്റ് ആണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ ഞാൻ എൻട്രി എടുത്തത് റീസൺ നമ്പർ 2. ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നതാണിത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റി. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയപ്പോൾ ഞാൻ എൻട്രി എടുത്തു. തിരിച്ചൊരു റീട്രേസ്മെൻറ്റ് വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആയിരുന്നു. ഇന്നത്തെ ഡേയുടെ ഹൈയിലായിരുന്നു. അത് എക്സാക്ട്ലി 20 പോയിൻറ്റ്സ് ആണ്. അത് തിരിച്ച് ഒരു ഫോളൊക്കെ വന്നിട്ട് എൻ്റെ ഈ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു കീ ലെവൽ ഞാൻ രാവിലെ മാർക്ക് ചെയ്ത ലെവലാണ്. അതിവിടെ ബ്രേക്ക് ചെയ്തു. അത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ നിന്ന് ട്രെയിൽ ചെയ്തിട്ട് എൻ്റെ എൻട്രിയുടെ അവിടെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇപ്പോൾ ഒരു ഫോൾ വരുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. നല്ല നമ്മൾ എക്സിറ്റ് ആയിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് സീ. ഈ ഒരു മൂവ്മെൻറ്റ് ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻട്രി എടുക്കാനുള്ള റീസൺസ്. നമുക്ക് 1700ഓളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ നമ്മൾ എക്സിറ്റ് ആയി. 30 ക്വാണ്ടിറ്റി നമ്മുടെ ടാർഗറ്റിനെയും കാട്ടിയും കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടി.
ഓക്കെ, നമ്മൾ എക്സിറ്റ് ആയത് 6061 നമ്മുടെ റിസ്റ്റ് റിവാർഡ്. ഓക്കെ, ഞാൻ ട്രേഡ് ചെയ്യുന്ന മുന്നേ എൻ്റെ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുവാണെങ്കിൽ റിസ്റ്റ് റിവാർഡ് എന്ന് പറയുന്നത് 1:2. എൻ്റെ ഇനിഷ്യൽ റിസ്ക് വെച്ച് നോക്കുവാണെങ്കിൽ റിസ്റ്റ് റിവാർഡ് 1:3.36 ആണ്. നല്ല റിസ്റ്റ് റിവാർഡാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്നലെ 1:4 കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈലിൻ്റെ ഗുണം അതാണ്. നമ്മൾ എൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വരാവുന്ന മാക്സിമം ലോസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. 2000 രൂപയ്ക്ക് മേലെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ എക്സിറ്റ് ആവാം. സോ ഓക്കെ, 2050 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല റിസ്റ്റ് റിവാർഡാണ്. 1:3.5 മേലെ റിസ്റ്റ് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സീറോ ലോസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട്. അത് യൂട്യൂബിലുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡെയിലി ഇതുപോലെ ലൈവ് ട്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം പിന്നെ ഒരു തവണ പോലും ആ ഒരു ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. നല്ലൊരു പക്ക എൻട്രി ആയിരുന്നു. ഇവിടെ ഒരു റീട്രേസ്മെൻറ്റ്, ഇത്രയും ഒരു ഫോൾ വന്നിട്ട് ഒരു റീട്രേസ്മെൻറ്റ് വന്നിട്ട് കൂടി നമ്മുടെ ആ ഒരു എൻട്രിയുടെ തൊട്ടടുത്ത് വരെ പോയിട്ടുള്ളൂ. ആ എൻട്രി ക്രോസ് ചെയ്തിട്ടില്ല. സോ നല്ലൊരു ട്രേഡായിരുന്നു ഇത്. നമ്മുടെ എക്സിറ്റും അത്യാവശ്യം നല്ല എക്സിറ്റ് ആണെന്നാണ് തോന്നുന്നത്. കാര്യം ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അതും ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.